സിനിമ എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണല്ലേ. അപ്പോൾ അതിൻ്റെ പുറകിലോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ശബ്ദത്തിൻ്റെ മേഖല. ശബ്ദത്തിൻ്റെ മേഖല എന്ന് പറയുമ്പോൾ അതിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ അവർ ചെയ്യുന്നൊരു വർക്ക്, അതായത് ഒരു നായകനും നായികയ്ക്കൊക്കെ അവരുടെ ആ ഒരു ക്യാരക്ടർ ഫുൾഫില്ല് ചെയ്യണമെങ്കിൽ നല്ലൊരു ശബ്ദം വേണം. അപ്പോൾ ഇന്നത്തെ വട്ടമീശയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, പ്ലസ് ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. കിച്ചു. നമസ്കാരം. അഖിൽ എന്ന കിച്ചു എന്ന് വിളിക്കുന്നതാണല്ലേ ഇഷ്ടം? ഓക്കെ, വെൽക്കം ടു വട്ടമേശ പോഡ്കാസ്റ്റ് മീഡിയ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിച്ചു നമ്മുടെ ഈ ഒരു ഡബ്ബിംഗ് മേഖലയിലേക്ക് കടന്നത്? ആക്ച്വലി എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്, ഫിലിം ഭയങ്കര ഇഷ്ടമാണ്. ഫിലിം ഇഷ്ടപ്പെടാത്തത് ആരാണല്ലോ, എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒരു ഫേസ് കാണിക്കണം, ഫിലിമിൽ ഭാഗമാവാൻ ഭയങ്കര പാഷനാണ്. അപ്പോൾ അങ്ങനെ ആക്ടിങ് ഇഷ്ടപ്പെട്ട് ചെറുപ്പത്തിലെ ഈ മിമിക്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിമിക്രി എന്നറിയാത്ത സമയത്താണ് തുടങ്ങിയത്. അത് വീട്ടിലുള്ളവർ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ചുമ്മാ മാനറിസം ഒക്കെ അനുകരിക്കും, വീട്ടിലുള്ളവർ കാണിക്കും. സത്യം പറഞ്ഞാൽ കളിയാക്കി തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി കുറച്ച് കാലത്ത് ഇപ്പോൾ ഈ കോട്ടയം നസീർക്ക് അങ്ങനെയുള്ളവരൊക്കെ ടി വിയിൽ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണും. അപ്പം ഇതൊരു ആർട്ട് ഫോം ആണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ആക്ടേഴ്സിനെ ചെയ്തു തുടങ്ങി, അങ്ങനെ മിമിക്രി അതുവഴി ഡബിങ്ങിലേക്ക് എത്തി. അപ്പൊ ഈ മിമിക്രി ഡബിങ്ങിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പ്രശ്നമായിട്ടുണ്ട്. ഇപ്പൊ ചെറുതിലേക്ക് ഇപ്പൊ നമ്മൾ കോമൺലി കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ പൂച്ചക്കുഞ്ഞിനെയും പട്ടിക്കുഞ്ഞിനെയും ആടിനെയൊക്കെ ചെയ്ത്, അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇപ്പോഴും പിള്ളേർ അതൊക്കെ ചെയ്യുമ്പോൾ പക്ഷെ എങ്ങനെയാണ് ആ വോക്കൽ ടോൺ മാറ്റുന്നത്? ഒരു വ്യക്തിയുടെ സൗണ്ടിലിട്ട് മാറാൻ അതിനെങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്? അത് എനിക്ക് എൻ്റെ കൺസെപ്റ്റിൽ നമുക്ക് നമ്മുടെ വോയിസും ഈ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ വോയിസും എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാവും, കണക്ഷൻസ് ഉണ്ടാവും. നമ്മളത് കണ്ടുപിടിച്ചെടുത്തിട്ട് സംസാര രീതി കണ്ടു ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതുപോലെ തന്നെ ചോദിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശ്വേത ചേച്ചിയായിട്ട് സ്റ്റേജ് ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? അത് രണ്ടുവട്ടം ചെയ്തിട്ടുണ്ട്. ആദ്യം കണ്ടത് ഉപകാരപ്പെട്ടത് രണ്ടാമത്തെ കണ്ടപ്പോഴാണ്. ആദ്യം കണ്ടതിന് ഉപകാരം ഉണ്ടായത് രണ്ടാമത്തേലാണ്. അപ്പൊ അത് അമൃത ടിവിയിലൊരു ഷോ ഉണ്ടായിരുന്നു, കോമഡി മാസ്റ്റേഴ്സ് എന്നൊരു ഷോ ഉണ്ടായിരുന്നു. അതിലൊരു മൂന്നാമത്തെ നാലാമത്തെ തൊട്ട് ഞാൻ അവിടെ പോകുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ഗസ്റ്റ് ആരാന്ന് അറിയില്ലായിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ശ്വേത ചേച്ചി എന്നെ മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അത് വേറൊരു പ്രോഗ്രാമിന് ശ്വേത ചേച്ചിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ അത് ചെയ്ത് അപ്പൊ അന്ന് ഓർമ്മയുണ്ട്, ഞാനത് ആക്ടേഴ്സിന്റെ വോയിസിലാണ് ചെയ്തത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഷോ ചെയ്തപ്പോൾ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ് ശ്വേത ചേച്ചിന്റെ അടുത്ത് വന്നപ്പോഴാണ് എനിക്കറിയാൻ തന്നെയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെ അറിയാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശ്വേത ചേച്ചിനെ മുമ്പ് പ്രപ്പോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവമായിരുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് ടോവിനോ തോമസിന്റെ വോയിസിൽ ഒരു ഫിലിമിലെ ഡയലോഗ് പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്ത് തീവണ്ടിയില്. ആ സമയത്ത് തന്നെ ശ്വേത ചേച്ചി ഒരു ഉമ്മയെ തന്നു എനിക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ചെറിയ രീതിയിലൊന്ന് വൈറലായിരുന്നു. ഓക്കെ, ടോവിനോ തോമസിനെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ടോവിനോയുടെ ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് നോക്കിയാലോ? അപ്പൊ ടോവിനായിട്ട് ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഫിലിമല്ലാതെ ലൈവായിട്ട് എന്തെങ്കിലും ചെയ്താൽ അതായിരിക്കും ബെറ്റർ. ടോവിനോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കിഡിലൻ ചാത്തന്റെ രൂപത്തിൽ നമ്മൾ വന്നിട്ട് മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യം വേറൊന്നുമില്ല. ചാത്തന്റെ രൂപത്തിൽ ചാത്തെന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിനാണ് ചാത്തെന്ന് പറയുന്നത്. അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത്. ബേസിൽ ഇത് കേട്ടാ അത് മതി, ബേസിൽ തന്നെ ട്രോൾ ആക്കിയിട്ട്. അങ്ങനെയാണ് ചാത്തനെന്ന് ഇപ്പൊ പറയില്ല, കാരണം OTT പടം 31 റിലീസ് ആവുന്നുണ്ട്. ഇപ്പൊ പടം കാണാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒന്ന് റിവീൽ ചെയ്യാതിരിക്കാനായിരിക്കും നല്ലത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സിനിമ കാണാത്തവരായിട്ട് ആരുണ്ടാവില്ല, കാരണം റിപ്പീറ്റ് അടിച്ച് കാണാൻ, അതായത് വൺസ് നമ്മൾ കണ്ടു കഴിഞ്ഞാല് പിന്നെയും കാണാൻ തോന്നിക്കും ആ ഒരു സിനിമ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയൊരു ഫിലിമിന്റെ ഭാഗമാകാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്താ പറയാ നെക്സ്റ്റ് സിനിമ, അതായത് ഇതിന്റെ ചാപ്റ്റർ 2 ചാത്തന്റെ ആണെന്നാണ് കേൾക്കുന്നത്, എന്നെ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയാ, ഈ ഒരു വോയിസിൽ ആൾക്കാരെ വിളിച്ചിട്ട് പറ്റിക്കാറുണ്ടോ? കുറെ ഒരു 3-4 പേരെ പറ്റിച്ചിട്ടുണ്ട്. വൈഫിന്റെ ഫ്രണ്ടിന്റെ അനിയനെ പറ്റിച്ചിട്ടുണ്ട്. ഇതുപോലെ വേറെ കുറച്ച് ഫ്രണ്ട്സ്. പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി, കാരണം വേറെ ഒന്നുമില്ല, പണി വരുമെന്ന് മനസ്സിലായി. പണി നമ്മൾ പ്രാങ്ക് ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇത് ഈ പറയുന്നത് ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. കാരണം നമ്മളിപ്പോ ഒരു സ്റ്റാറിന്റെ വോയിസ്, ഞാനല്ല ഏതൊരു ആർട്ടിസ്റ്റും നമ്മൊരു സ്റ്റാറിന്റെ വോയിസിൽ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യുമ്പോൾ അത് അവരുടെ ഐഡന്റിറ്റി യൂസ് ചെയ്യണ പോലെയാവും. അപ്പൊ അത് അവർക്ക് ഇഷ്ടമാവണമെന്നില്ല.
അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. സംഭവം രസമായിരിക്കും, പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന്, ആക്ടേഴ്സിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ മിമിക്ക് ഇതില്ലെങ്കിലും AI ജനറേറ്റഡ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഒറിജിനൽ, ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡബിങ്ങിലേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് ആണ്. എനിക്കൊരു ടീഷർട്ട് ഉണ്ട്, അത് എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ ടീഷർട്ട് ഇട്ട് യൂഷ്വലി ഡബിങ്ങിന് പോകുന്ന പോലെ പോയി. അപ്പോൾ ആ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് എക്സ്പെക്ട് ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല എന്ന്, അതായത് എനിക്ക് ക്ലാരിറ്റിയിലൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ എല്ലാവരും ഡബിയുമ്പോൾ വരുന്നതാണ് യൂഷ്വലി, പക്ഷെ അന്ന് എനിക്ക് ഇത്തിരി ഭയങ്കര പ്രശ്നം. ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള സംഭവം എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്ത് ഇത് ചെയ്യാൻ പറ്റണില്ലേ, കോൺഫിഡൻസ് ഒക്കെ പോണ ഒരു ഫീൽ, അങ്ങനെ ഒരു. അപ്പം അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ സംഭവം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഞാൻ വിട്ടു. അന്ന് ഞാൻ അത് ശ്രദ്ധിച്ചില്ല. പിന്നെ കുറേ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ വേറൊരു വർക്കിന് സെയിം ടീഷർട്ട് ഇട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ടീഷർട്ട് ഇടുമ്പോൾ ഉള്ള കുഴപ്പമാണോ എന്നുള്ള ചിന്ത അതെനിക്ക് ഇപ്പോഴും, ഞാനിപ്പോൾ അത് കാരണം പക്ഷെ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് അത് ഇടുമ്പോൾ ആ ടീഷർട്ട്. അപ്പം ഇന്ന് ഞാൻ വരും അത് ഇട്ടാലെന്ന് വെച്ചാൽ വേണ്ട, എനിക്ക് ഇന്റർവ്യൂ കൊള്ളാമെന്ന് വെച്ചിട്ട് ഞാൻ അത് മാറ്റിയാണ്. ഒരു വട്ടം കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കുക ടീഷർട്ട് ഇട്ട് സംഭവിക്കുന്നത്, അപ്പം അറിയാലോ എന്താ. അതെ, ശരിയാണ്. അപ്പോൾ ഞാനും ഒരു ചെറിയ, അതായത് നമ്മളൊക്കെ വോയിസ് ആർട്ടിസ്റ്റ്, നമ്മൾ തമ്മിൽ 2-3 വർക്ക് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ വളർന്നു വരുന്നില്ലുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണെങ്കിൽ, ഞാനൊരു വോയിസ് ടെസ്റ്റിന് പോയി. അതൊരു ആഡ് വർക്കാണ് കേട്ടോ. അപ്പോൾ ആഡ് വർക്കിന് പോയിട്ട് എനിക്ക് ആഡ് വർക്ക് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇത് ഓഡീഷൻ കഴിഞ്ഞ് പോയിട്ട് ഞാനാണ് അവിടെ അവസാനം എത്തുന്ന ആൾ. അപ്പോൾ അവിടെ സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്, ഞാനും ഉണ്ട്. പുള്ളി ഇന്ത്യയിൽ സ്ക്രിപ്റ്റ് തന്നു, എന്നിട്ട് ബൂത്തിൽ കയറിക്കോ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കോൺഫിഡൻസിൻ്റെ കൊടുമുടിയിലാണ് ഞാൻ നിൽക്കണത്. ഞാൻ ചെയ്ത സെറ്റാണ്, അങ്ങനെയാണല്ലോ. ഞാൻ ചെയ്തു, എന്നിട്ട് ഇറങ്ങി വന്ന് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ പുള്ളി, ഞാൻ പറയട്ടെ, ഒന്ന് വിചാരിക്കരുത്, 10 പൈസക്ക് കൊള്ളില്ല. അപ്പം തന്നെ ഞാൻ മുകളിൽ നിന്ന് താഴത്തോട്ട് വീണൊരു എഫക്റ്റാണ്. താൻ ഡൗൺ ആവാൻ പറയണതല്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് 1 മണിക്കൂർ ക്ലാസ് എനിക്ക് എടുത്തു തന്നു. റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിച്ച് പുള്ളി പഠിപ്പിച്ച് തന്നു കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് എന്നെ തിരിച്ച് വിളിക്കണം. ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാം, ഞാൻ വർക്ക് വരാൻ വിളിക്കും, പക്ഷെ പഠിച്ചിട്ട് തിരിച്ച് വിളിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിതുവരെ വിളിച്ചിട്ടില്ല. പുള്ളി കാണുന്നുണ്ടാവും. അങ്ങനെ നമ്മൾക്ക്, അതായത് നമ്മളൊരു കഴിവുണ്ട് ഈ കുട്ടി അല്ലെങ്കിൽ ഈ ഒരാൾ ഒന്ന് പോളിഷ് ചെയ്താൽ പുള്ളി നല്ല നിലയിലോട്ട് എത്തും എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്ത കുറേ സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും ഇങ്ങനെ ഇപ്പം നമുക്ക് അറിയണ കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള കാര്യം ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ പറ്റൂല, എപ്പോഴും ഒരുപോലെ ആവില്ല. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സ് എപ്പോഴും ഒരുപോലെ തന്നെ പെർഫോം ചെയ്യാറില്ല. നമ്മൾ അവരെല്ലാം ഇൻസ്പയർ ചെയ്യുന്ന അവരൊരു ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ എന്തിനായിട്ടും ഒന്നും കുഴപ്പമില്ല. എനിക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരു പാഷനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡബിങ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൽ മാക്സിമം നല്ല രീതിക്ക് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന ചില സിറ്റുവേഷൻ ചിലപ്പോൾ അടിപൊളിയായിട്ട് വരും, ചിലപ്പോൾ മോശമായിട്ട് വരും. അപ്പോൾ ആ സിറ്റുവേഷനിൽ മോശമാകുമ്പോൾ ഞാൻ ചിന്തിക്കണത്, ഞാനെപ്പോഴും ചിന്തിക്കും എനിക്കിത് പറ്റൂല എന്നല്ല ഞാൻ ചിന്തിക്കുക, എനിക്ക് ഇതാണ് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുക, ലാലേട്ടൻ ഫസ്റ്റ് ഓഡീഷന് വന്നപ്പോൾ, ആക്ടിങ്ങിൻ്റെ ഓഡീഷൻ വന്നപ്പോൾ ലാലേട്ടന് കിട്ടിയ മാർക്ക് എത്രയെന്ന് അറിയോ? 1/2 മാർക്കോ അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ആളെവിടെ നിൽക്കണേ അതാലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരാളോ 2 മാർക്ക് ഇടുന്നിടത്തല്ല നമ്മുടെ ലൈഫ്. ചിലപ്പോൾ ഈ 1/2 മാർക്ക് ഒരാൾ തരും, അടുത്ത ആൾ 100 മാർക്ക് തരും, ഒന്നും പറയാൻ പറ്റില്ല. ചില നേരത്തെ സംഭവിച്ചോണ്ട്. പക്ഷെ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ നിൽക്കുക. ഒരാളുടെ അഭിപ്രായത്തിൽ ഒതുങ്ങിക്കണല്ല നമ്മുടെ ടാലന്റ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ അങ്ങനെ വിചാരിക്കും. എനിക്ക് തോന്നിയത് വെച്ചാൽ പുള്ളി പറഞ്ഞ്, അതായത് പുള്ളിക്ക് നേരമില്ല, ടൈം ഒട്ടുമില്ല, പക്ഷേ എനിക്ക് വേണ്ടി 1 മണിക്കൂർ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എന്നെ ഇതിനു മുമ്പ് പരിചയമില്ല, ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യനെ എനിക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം ആ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു വാല്യൂ ഞാൻ എന്തായാലും പുള്ളിക്ക് തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു ഉള്ളിലുണ്ട്. അത് എങ്ങനെയെങ്കിലും ഞാൻ അത് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകും. പോണെന്നാണ് ഈ പറഞ്ഞ സാറിനും പാഷൻ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണത്. കാരണം
ഒരാൾക്ക് അത് ചെയ്യാൻ താല്പര്യമുണ്ട്, നന്നായിട്ട് ചെയ്യണം, അപ്പൊ ചെയ്ത് കാണണം എന്നുള്ള ഇതുകൊണ്ടാണ് അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കണല്ല, നിൽക്കേണ്ട കാര്യമില്ല, എല്ലാം പറഞ്ഞു വിടാൻ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് അതൊരു എന്താ പറയുക, ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ ചോദിക്കാനുള്ളത്, ചില സംഭവങ്ങളൊക്കെ നമുക്ക് ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് അല്ലേ? എനിക്ക് ഈ ഒരിടത്തൊരെണ്ണം കിട്ടിയായിരുന്നു. അങ്ങനെ കിച്ചുവിന് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എനിക്കത് ഞാനിപ്പോ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാറുണ്ട്. ഒരു ഇംഗ്ലീഷ് ഫിലിം ഉണ്ട്, ആ ഫിലിമില് ഒരു നെഗറ്റീവ് വില്ലൻ ക്യാരക്ടേഴ്സ് ഒരു 2-3 വില്ലന്മാരുണ്ട്. അതിലൊരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്, നല്ല ഹൈ ബേസ്. ഇപ്പൊ എന്റെ വോയിസും ഭയങ്കര ഹൈ ബേസ് ഒന്നല്ല, ഒരു മീഡിയം പിടിക്കാൻ പറ്റിയ വോയിസാണ്. അപ്പോൾ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കുറച്ച്, അവരുടെ പേര് പറഞ്ഞില്ല, അപ്പൊ അവർക്ക് എന്നേലും ബേസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവര് വോയിസ് ടെസ്റ്റ് ചെയ്ത് കൊടുത്തു. അത് നമ്മളിൽ ഏജുള്ള നല്ല അടിപൊളി ആ ലെവലിൽ ബേസ് ഉള്ള വേറൊരാളും കൊടുത്തു. അവർ ക്യാപ്റ്റാണ് വോയിസാണ്. അത് കഴിഞ്ഞിട്ട് എന്റെയും കൊടുത്തു. ഞാൻ എക്സ്പെക്ട് എനിക്കാണ് സെലക്ഷൻ കിട്ടിയത്, ഞാനാണ് ഡബ് ചെയ്തത്. ഇത് ഞാനെപ്പോഴും പറഞ്ഞ എനിക്ക് എങ്ങനെ അത് കിട്ടിയെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ചില നേരത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ചെയ്യണത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടണതും നമ്മൾ വിചാരിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഉദ്ദേശിച്ചിട്ട് ചെയ്യണത് കിട്ടൂല. ചിലപ്പോ നമ്മ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോ അത് ഓക്കെ ആയിരിക്കും. അതെനിക്ക് എന്താന്ന് എനിക്കും ഫീൽ ചെയ്യാറുണ്ട്. എന്താന്ന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, അത് നല്ലൊരു സംഭവം. എനിക്കോ എന്നുള്ള സാധനം നൈസാണ്. അത് ലോട്ടറി ആണോ ഇനി അവരുടെ പെർസ്പെക്റ്റീവിനെ നോക്കി ചിലപ്പോൾ അവർക്ക് അത് മതിയായിരിക്കും, അതുകൊണ്ടായിരിക്കും. പിന്നെ ടോവിനോ അല്ലാതെ വേറെ ഏതൊക്കെ ആക്ടേഴ്സിനെ ചെയ്യാറുണ്ട്? എനിക്കൊന്ന് സൂര്യയാണ് കിച്ചുവിന്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയണ അല്ലേ? എന്റെ ഫേവറേറ്റ് ആക്ടർ സൂര്യയാണ്. എനിക്കും അതെ. അപ്പൊ സൂര്യയുടെ ഒരു പോർഷൻ ചെയ്യാവോ? ചെയ്യാം. ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള സൂര്യ സാറിന്റെ ഒരു വാരണായിരത്തിലെ ഡയലോഗാണ്. അത് ചെയ്ത് ഇപ്പൊ ഞാൻ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാലും ആ ഡയലോഗിന് അത്ര ഫാൻസ് ഉള്ളതുകൊണ്ട് കേൾക്കാൻ ഒരുപാട് പേര് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. അല്ലെങ്കിൽ വേറെ ഡയലോഗ്സ് പഠിക്കും. പക്ഷെ എവിടെ പോയാലും ഫസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഡയലോഗ് ഞാൻ ചെയ്യാറ്. ഹായ് മാലിനി, ഐ എം കൃഷ്ണ. நான் இதை சொல்லி ஆகணும், நீ அவ்வளோ அழகு, இங்கே எவ்வளோ அழகா ஒரு இவ்வளோ அழகா பார்த்துருக்க I mean, love with you. ഇതല്ലാതെ വേറൊരു ഡയലോഗ് സൂര്യ സാറിന്റെ അതുപോലെ ഇപ്പോൾ റീസെന്റ് പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് ആയ ക്യാരക്ടറാണ് വിക്രം ഫിലിമിലെ റോളക്സ് വില്ലൻ ക്യാരക്ടർ. അടിപൊളിയായിരുന്നു. അതൊന്നും പറയണ, ലുക്ക് തന്നെ. അപ്പൊ അതിലൊരു ഹൈ പിച്ച് പിടിച്ചിട്ടുള്ള ഡയലോഗാണ്. അപ്പൊ അത് ഒന്ന് ചെയ്യണം. എന്നോടൊപ്പം കൂപ്പിട്ട സാർ, ഇടിമേ സാർ, യെസ് സാർ, ஓகே சார், ஜஸ்ட் சார். சிங்கம் வேட்டையாடும் போது காடை செழிப்பா இருக்கும். அப்போ அது பசியோடு இருக்கும்போது காடும் பட்டினி கிடக்கணும். 27 வருஷம் ஆச்சு எனக்கு இந்த இடத்த உருவாக்குறதுக்கு. அப்படோ பாட்டணும் யாரை தூக்கி கொடுத்தால நான் ரோலெக்ஸ். ஆல் ரைட், இஸ் ஆல் ரைட். எவன் பசியோடு இருக்கோ அவனை ஒன்றும் தடுக்க முடியாது. திரும்ப ஆரம்பிக்கிறேன் ஸ்கிராச்ல இருந்து. நாளைக்கு டே 1, அதுக்கு முன்னாடி there's a bounty. അവനക്ക് തലയെ കൊണ്ടുവരണോ, അവനൊരു ലൈഫ് ടൈം സെറ്റിൽമെന്റാ. അടിപൊളി, സൂപ്പർ. അടുത്ത റോളക്സിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് ശരിക്കും അല്ലേ? അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫിലിം വരണം. അതെ, അതിനോട് വെയിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒരുപാട് ഡബിങ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ഡബിങ് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടൊരു ക്യാരക്ടർ ഡബ് ചെയ്തിട്ടുണ്ടോ? ഫേവറേറ്റ് ആയിട്ട് സാധനം ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കത് ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. റിവീൽ ചെയ്യാൻ ടൈം ആകുമ്പോൾ ഞാൻ റിവീൽ ചെയ്യും. അതാണ് എന്റെ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇപ്പോഴും ബെസ്റ്റ് എന്ന് പറയാനൊന്നും ആയിട്ടില്ല. എന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ദ ബെസ്റ്റ് എന്ന് ഞാൻ ചെയ്തത് മികച്ചതായിട്ടില്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണാം. അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് സോറി. നമുക്ക് പിന്നൊരു ദിവസം അടിപൊളിയായിട്ട് റിവീൽ ചെയ്യാം. ഓക്കെ. ഈ സൂര്യ അല്ലാതെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ആരായിരിക്കും? പൃഥ്വിരാജ്. അതൊന്ന് കേട്ടോക്കെയാലോ. പൃഥ്വിരാജിനെ കുറച്ചൊരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? ടോവിനോനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? പൃഥ്വിരാജിനെ? അതൊക്കെ എന്റെ ഒരു ഡ്രീം കം ട്രൂ ആണ്. നമുക്കിപ്പോ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോയില് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഡയറക്ടർ, ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള രാജുവേട്ടനാണ്. രാജുവേട്ടാ, നമസ്കാരം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷമുണ്ട് രാജേട്ടൻ ഇങ്ങനെ മുമ്പിൽ കാണുമ്പോൾ. ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെ അതെ അതെ,
അതെ, എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്ന പറഞ്ഞാൽ അത്ര വലിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇത്രയും വലിയൊരാളെ ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഡ്രീമാണ്. അതാണ് ഡ്രീം കം ട്രൂ എന്ന് ഞാൻ പറഞ്ഞത്. നാളെ താങ്കളും ചിലപ്പോൾ വലിയ ആളാവായിരിക്കും, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും വ്യക്തികളാണ്, അത്രയും കൺസിഡർ ചെയ്താൽ മതി. അല്ലാതെ വലിയ സംഭവമായിട്ട് കണ്ട ആവശ്യമില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടോയെന്ന് വെച്ചാൽ താങ്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർ ആയിട്ട് പഠിക്കാനുണ്ട്. അതെന്ന് വെച്ചാൽ നല്ലൊരു ഡയറക്ടർ, ആക്ടർ, എന്താ പറയുക, അത് എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കലാണ് രാജുവേട്ടൻ ചെയ്യുന്നതെന്ന് ഞങ്ങൾ ആരാധകർ കേട്ടിട്ടുണ്ട്. അത് ശരിയല്ലേ? ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ പറയുകയാണെങ്കിൽ ഞാനും ഒരുപാട് ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം മ്യൂച്വലി ഇൻസ്പയർഡ് ആവുക, അതായത് ഒരാൾ ചെയ്യുന്ന കാര്യം കേട്ട് പഠിക്കുക, കണ്ടു പഠിക്കുക, അങ്ങനെയാണ്. അപ്പോൾ പണിയെടുക്കാൻ അറിയുന്ന ആർക്കായാലും ഈ ഒരു മേഖലയിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആവുക അങ്ങനെയല്ല. ഒരുപാട് പേരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് തന്നെ. ഓക്കെ, അപ്പോൾ എമ്പുരാന് ശേഷം ഒരു പാൻ ഇന്ത്യ മൂവി അടുത്തത് എന്തായിരിക്കും, അല്ലെങ്കിൽ പ്ലാനിങ്ങിലുണ്ടോ അങ്ങനെ ഒരു മൂവി? ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് പറയുന്ന കാര്യം ഞാൻ ആക്ച്വലി നിർത്തി. കാരണം ഇപ്പോൾ ഒരുപാട് ഫിലിംസ് എനിക്ക് നേരത്തെ അറിയാം. ഇപ്പോൾ നോഗേഷ് ചെയ്യാൻ പോകുന്ന ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എനിക്കറിയാം, ഇങ്ങനെ പറയുന്ന ഒരുപാട് ട്രോളും കാര്യങ്ങളും ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും അത് പറയാതിരിക്കുന്ന എനിക്ക് നല്ലത്. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഡ്രീം കം ട്രൂ അത് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഈ ഇൻ്റർവ്യൂസ് നല്ല നല്ല സെലിബ്രിറ്റീസിൻ്റെ ഇപ്പം നിന്നിൽ നിന്ന് തുടങ്ങി, അതല്ലേ, നീയും നാളെ ഒരു വലിയൊരു എന്താ പറയുക ഒരു ആർട്ടിസ്റ്റായിട്ട് മാറുമ്പോൾ വീണ്ടും നമ്മുടെ ചാനലിൽ വരണം എന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ നല്ല നല്ല ആർട്ടിസ്റ്റുകളെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ. എന്തായാലും നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് എത്തണം. രാജുവേട്ടൻ്റെ ഈ ഒരു ഡയലോഗ് അല്ല, ഇപ്പോൾ ലൈവ് ഇൻ്റർവ്യൂ ആണല്ലോ നമ്മൾ ചെയ്തത്, ഇതല്ലാണ്ട് ഒരു ഫിലിമിലെ ഒരു ഡയലോഗും കൂടി പറയാം. ഫിലിമിലെ ജനഗണമന ഫിലിമിൽ ഒരു പവർഫുൾ ഡയലോഗ് ഉണ്ട്, കോട്ട് സീൻ അല്ലേ? ഓക്കെ, ഒരു 2ാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫെയർ അഗ്ലി എന്ന് വേർതിരിച്ച് കാണിച്ച് ഒരു 6 വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിറത്തിന്റെ രാഷ്ട്രീയം, ദി പൊളിറ്റിക്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ദി പൊളിറ്റിക്സ് ഓഫ് ഹെയ്റ്റ്. എന്തിന്? കോടതിയെ കൊണ്ടുപോലും അവനെ കണ്ടാലറിയില്ലേ എന്ന് പറയിപ്പിക്കുന്ന പച്ചയായ ജാതിയുടെ രാഷ്ട്രീയം. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് യുപിയിലല്ലേ? പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ വെച്ച് 2 പേർ കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കിച്ചു പഠിച്ചെടുക്കുന്നത്? ഞാൻ ഇപ്പോൾ ഫിലിം കണ്ടിട്ടാണ് നമ്മൾ ഒരു ഡയലോഗ്സ് പഠിക്കുക. പക്ഷെ ഡയലോഗ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഡയലോഗിലുള്ള ശബ്ദം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ഇവരൊക്കെ ഇന്റർവ്യൂസാണ് കാണാറ്. ഇപ്പോൾ ഒരു സംസാരിക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ്, മാനറിസംസ്, ഇവരുടെ വേർഡ്സ് ഇവർക്ക് ഓരോ നിലപാടുണ്ടാവും, ഒരു സ്റ്റൈൽ ഉണ്ടാവും, ഒരു പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റൈല് പിടിച്ചു കഴിഞ്ഞാൽ അവർ സംസാരിക്കണ ഒരു രീതി കിട്ടും. ഇപ്പൊ ലൈവ് ഞാൻ ചെയ്തത് ഇപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നല്ല, എന്റെ ഭാവനയിൽ ഇങ്ങനെയായിരിക്കും എന്റെ ഒരു കാർട്ടൂൺ വേർഷൻ എന്ന് പറയും. നമ്മൾ ഒരാളുടെ ഒരു സ്റ്റൈല് പിടിച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. എക്സാക്ട് ഇതായിരിക്കില്ല, പക്ഷെ ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മിമിക്രി. അപ്പോൾ വൈഫ് ഇപ്പൊ നമുക്ക് സൗന്ദര്യപ്പിണക്കൊക്കെ വരും, ഭാര്യ ഭർത്താവ് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ വൈഫിനെ പിണക്കം മാറ്റാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ആക്ടേഴ്സിന്റെ ഒക്കെ വോയിസ് എടുത്തിട്ട് മിമിക്രി ഭയങ്കര സപ്പോർട്ടാണ്, കണ്ടൻസ് ഐഡിയാസ് ഒക്കെ പറഞ്ഞുതരും. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷനിൽ മിമിക്രി ഒന്നും വർക്കാവില്ല. അതിപ്പോ ഫാമിലിയിലായാലും വീട്ടിലായാലും എന്റെ വീട്ടിലെ കാര്യത്തിനായാലും അവിടെ ഞാൻ ഒരു ആക്ടർ വോയിസ് എടുത്തിട്ട് ഒരു പ്രശ്നം മാറ്റാനും പറ്റില്ല. അവിടെ ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ ഒരു വ്യക്തി മാത്രമാണ്. അവിടെ ആർട്ടിസ്റ്റിന് ഒരു വാല്യൂ ഇല്ല. പക്ഷെ നല്ല നല്ല മൊമെന്റ്സ് വരും. ഇപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ സന്തോഷമുള്ളപ്പോ ചെയ്യാനുള്ള കാര്യമല്ല, സങ്കടം വരുമ്പോ ചെയ്യാനുള്ള കാര്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഈ ചെറിയ ചെറിയ കുഞ്ഞു നമ്മുടെ പകരം ഫ്രണ്ട്സ് ഇല്ല. ഇപ്പൊ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്റെ ഭയങ്കര സർക്കിളുള്ള ഫ്രണ്ട്സ് അല്ലായിരിക്കും. അപ്പൊ അവരുടെ പേഴ്സണൽ ഇപ്പൊ എന്താ പറയാ
ലവ് മാറ്റർ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തന്നെ ആക്ടേഴ്സിന്റെ വോയിസ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന്, പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അവര് പിന്നെ ആക്ടറിന്റെ വോയിസിൽ, പക്ഷെ അതുകൊണ്ട് യൂസ്ഫുൾ ആയോന്ന് എനിക്കിപ്പോഴും ഡൗട്ടാണ്. അവർ ചോദിക്കാറുണ്ട്, അപ്പൊ അങ്ങനെ കൊടുക്കും. പക്ഷെ എന്റെ പേഴ്സണൽ ലൈഫിൽ ഒരു ആക്ടറുടെ വോയിസ് എടുത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നല്ലെങ്കിൽ ചിലപ്പോ ചിരിക്ക് പോയ ആ ഒരു ഇതായിരിക്കുള്ളൂ ആ നേരത്ത്, അല്ലാത്തപ്പോ സപ്പോർട്ടാണ്. പക്ഷെ പേഴ്സണൽ ലൈഫിൽ മിമിക്രി കൊണ്ട് വേറെ അങ്ങനത്തെ ഉപകാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വോയിസിന്റെ മേഖലയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് നറേഷൻ ഉണ്ട്, ഓഡിയോ ബുക്ക്, പിന്നെ ആഡ് ഉണ്ട്, പ്രൊമോസ് ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പം നീ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഡബിങ് ആണോ, അല്ലെങ്കിൽ ഇത്തരം വേറെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാറുണ്ടോ? ഞാനെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അതായത് അങ്ങനെയാണ് വർക്ക് വരുന്നത്. നമുക്ക് ഒരെണ്ണം മാത്രം. പക്ഷെ എനിക്ക് എല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം എന്താ പറയുക, വോയിസ് ഓവർ കൊടുക്കുന്നതും ആഡിന് ഡബ് ചെയ്യുന്നതും ഫിലിമിൽ ക്യാരക്ടറിന് ഡബ് ചെയ്യുന്നതും എല്ലാം വ്യത്യാസമുണ്ട്, ഫോർമാറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് ഒന്ന് ഡബിങ് ആഡ് ചെയ്യും, പ്രൊമോസ് ഒക്കെ. പക്ഷെ എനിക്ക് നറേഷനും ഓഡിയോ ബുക്കൊന്നും പറ്റത്തില്ല. കാരണം എനിക്ക് മറ്റേ ഡിസ്ലെക്സിയ എന്നൊരു സാധനമുണ്ട്. അതായത് നമ്മൾ വായിക്കുമ്പോൾ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കണ പോലെ എനിക്ക് തോന്നുന്നു. അത് മീൻസ് അതൊരു കോമൺ സാധനമാണ്. ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ +1 +2 ഒക്കെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിന് ഹോംവർക്കൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് വർക്ക് തന്നുവിടുമല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലിരുന്നിട്ട് എഴുതിയിട്ട് വരും. പക്ഷേ ക്ലാസ്സിൽ വന്ന് കഴിയുമ്പോഴാണ് ആ വേർഡ് നോക്കുമ്പോൾ ആ വേർഡിൽ എല്ലാ ലെറ്ററും ഉണ്ടാവും, പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കും. അതെൻ്റെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ അത് ക്ലിയർ ആയോന്ന് വെച്ചാൽ വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. എനിക്ക് ഈ കണ്ടീഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണ ഈ ഒരു മൊമെന്റിലാണ്, സത്യം പറയാം. അതുകൊണ്ട് ഞാൻ അതിൽ കോൺഫിഡൻ്റ് അല്ല. പക്ഷേ ഡബിങ്, ആഡ്, പ്രൊമോ, അപ്പോൾ എനിക്കൊരു, കാരണം നമ്മൾ ഓഡിയോ ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മളത് വ്യക്തമായിട്ട് വായിച്ച് പോകണം. പക്ഷെ അതെനിക്ക് പറ്റത്തില്ല. മേ ബി അത് പ്രാക്ടീസിലൂടെ മാറുമായിരിക്കും, പക്ഷെ അതിനെനിക്കൊരു ഇതുവരെ ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ ഒരു വേർഡ് എത്തുമ്പോൾ ഞാൻ ഇമാജിൻ ചെയ്ത് വേറെ വേർഡ് പറയും. ഇതല്ലേ ഈ കണ്ടീഷൻ ഞാൻ പറയും. അപ്പോൾ ഞാൻ വായിക്കാറില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ടായിരുന്നു, പുള്ളി തമിഴാണ്, പക്ഷെ മലയാളം അറിയാം. അപ്പം ഞാൻ ഓഡിയോ ബുക്ക് ഫുൾ ബുക്ക് ഞാൻ വായിക്കണം. ഓഡിയോ ബുക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിക്കും. അപ്പോൾ പുള്ളി പറയും മലയാളം അറിയില്ലേ, ഞാൻ തമിഴിനാണ്, എനിക്കറിയാലോ മലയാളം. ഞാൻ പറഞ്ഞു അതല്ല, ഇങ്ങനെ ആയിപ്പോന്നാണ്. ഞാനപ്പോൾ എനിക്ക് മാത്രമുള്ള കുഴപ്പമാണെന്ന് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഉണ്ട് ഒരു പ്രശ്നം. പക്ഷെ രണ്ടാമത്തെ ടേക്കിൽ ഓക്കെ, പക്ഷെ എനിക്കത് വരില്ല. അല്ല ഞാനപ്പോൾ നോക്കും ഇതിങ്ങനെയാണ്. അപ്പം ഞാൻ മൈൻഡിൽ മാർക്ക് ചെയ്തിടും. അവിടെ എനിക്ക് ടെൻഷനാവും. ഞാൻ പിന്നെ നമുക്ക് വൺസ് അത് തെറ്റി പിന്നെ നമ്മളത് പറഞ്ഞ് പിന്നെ എനിക്കതൊരു ടെൻഷനാവും. അത് കാരണം എനിക്കത് ഞാൻ പിടിക്കാറില്ല. എനിക്ക് ചില വേർഡ്സ് മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു ഫ്ലോ കിട്ടും. ആ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോകും. എനിക്ക് ഡബിങ് ഓക്കെയാണ്. ഡബിങ് നമുക്ക് പിന്നെ ക്യൂവും കൂടെ കിട്ടിക്കഴിയുമ്പോൾ സെറ്റാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡബ് ചെയ്യുന്ന പോലെ അല്ല വോയിസ് ഓവർ, നല്ല വ്യത്യാസമുണ്ട്. വോയിസ് ഓവറും കുഴപ്പമില്ല. എനിക്ക് കണ്ടിന്യൂസ് റീഡിങ് ഫുൾ റീഡിങ് വരുമ്പോൾ ബുദ്ധിമുട്ട് എനിക്കറിയാം. അതെ. അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു വർക്ക് ഏതായിരിക്കും? ആഡ് എനിക്ക് ഏറ്റവും വലിയ ലക്കെന്ന് പറഞ്ഞാൽ ഞാൻ ടോവിനോ തോമസിന് ഡബ് ചെയ്തിട്ടുണ്ട് ഒരു ആഡിന്. പക്ഷെ അത് ആക്ച്വൽ ടോവിനോ തോമസ് അല്ല, അനിമേറ്റഡ് ആണ്. പക്ഷെ ടോവിനോ അവൈലബിൾ അല്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. അതൊരു കേരള സർക്കാരിന്റെ ഒരു ആഡാണ്. ഒരു 3 years ആയി ചെയ്തിട്ട്. അത് തിയേറ്റർ ആഡാണോ? തിയേറ്റർ ആഡല്ലേ. മിന്നൽ മുരളി ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ ഒരു കാർട്ടൂൺ മുരളി പറഞ്ഞപ്പോഴാണ് അതിലേതെങ്കിലും ഒരു പോർഷൻ ചെയ്യാൻ പറ്റുമോ? ഈ നാടിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. ദുഷ്ടശക്തികൾ ഇനിയും വന്നേക്കാം. അപ്പോഴും ഈ നാട്ടിൽ കാവലാളായി ഞാനുണ്ടാവും. ഈ നാടിന്റെ സ്വന്തം മിന്നൽ മുരളിയായി. അടിപൊളി, ഒരു ചെറിയ സാധനമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യൻ ലെവലിലാണ് പിടിച്ചിരിക്കുന്നത്. നോർത്ത് ബോളിവുഡിലോട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ചെയ്യാൻ പറ്റും? ബോളിവുഡ് ഷാറുഖ് ഖാന്റെ ഞാൻ ചെയ്യാറുണ്ട് ലൈറ്റായിട്ട്. നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ? അദ്ദേഹത്തിന്റെ എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് ഓം ശാന്തി ഓം. അപ്പോൾ അതിൽ അപ്പം നമ്മളെല്ലാവരും ഒരാഗ്രഹമാണ് ഒരു ഫിലിം സ്റ്റാർ ആയിട്ട് അവാർഡ് നൈറ്റിൽ സ്പീച്ച് നടത്തുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഷാറുഖ് ഖാൻ അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം, ഇത്തനി शिद्दत से मैंने तुम्हें पाने की कोशिश की साजिश की है, कहते हैं अगर किसी चीज को दिल की चाहत को पूरी कायनात उसे तुमसे मिलाने की कोशिश में लग जाती है, और जब सबने मुझे मेरी चाहत से मिलाया, पिक्चर अभी बाकी है मेरे दोस्त. थैंक यू वेरी मच. നൈസ്. പിന്നെ പുള്ളിയുടെ
എപ്പോഴും കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് അഞ്ജലി അഞ്ജലി. അഞ്ജലി ഐ ലവ് യു ആ ഒരു സംഭവം. അതെ, ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ട് ഓഗി. എനിക്ക് ഷാറുഖ് ഖാന്റെ സൗണ്ടിലാണ് ആ സംഭവം പോകുന്നത്. നീയാണോ ചെയ്തേക്കുന്നത്? അല്ലല്ലോ. പക്ഷെ എന്തോ എനിക്ക് ആ കാർട്ടൂൺ കാണുമ്പോൾ അതൊരു കോക്രോച്ച് ഷാറുഖ് ഖാന്റെ വോയിസിൽ സംസാരിക്കാൻ എനിക്കത് ഭയങ്കര എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാണേണ്ട ഉദ്ദേശം അതെ. പക്ഷെ അതെനിക്കത് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഷാറുഖ് ഖാന്റെ വോയിസിലൊരു കോക്രോച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അത് എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ അല്ല. ഞാൻ അത് കാണത്തില്ല. അതങ്ങനെ ചെയ്യുമ്പോൾ നോർമൽ ഷാറുഖ് ഖാൻ സംഭവമില്ല. ഇല്ല, ഇത്ര ഒരു സംഭവം ഉള്ളൂ. പക്ഷെ ചില ഫിലിംസിൽ ചില ക്യാരക്ടേഴ്സിന് ആ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുത്ത് അതിന്റെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു കാർട്ടൂൺ വേർഷൻ ഉണ്ട്. ഇപ്പോൾ എന്താ പറയാ, ഇപ്പൊ പൃഥ്വിരാജിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നോർമലി ഉള്ള സീൻ ഞാൻ ആക്ച്വലി ഇത്ര ഒന്നും ഇല്ല. പക്ഷെ മനസ്സിലെ ചില സംഭവങ്ങൾ സിഗ്നേച്ചർ കിടപ്പുണ്ട്. അപ്പൊ അത് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്ന സംഭവമാണ്. അങ്ങനെയാണ് സംഭവം. ലാലേട്ടനാണെങ്കിൽ എന്താ മുന്നേ അങ്ങനെ ലാലേട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡാണ്. പക്ഷെ അത് പറഞ്ഞ് ജസ്റ്റ് കാണിക്കുമ്പോൾ ആരെയാന്ന് ചോദിക്കുമ്പോൾ വോയിസ് ഇല്ലെങ്കിൽ പോലും ഇത് ലാലേട്ടനാണ്. അപ്പൊ അങ്ങനെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയ ആക്ടേഴ്സിന്റെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഓഡിയൻസിന്റെ അടുത്ത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ വോയിസും കൂടി നോക്കുന്നുണ്ട്. പെർഫെക്ഷൻ. അതെ, ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ. ഈ ഡബിങ്ങില് ഈ മിമിക്രി അപ്ലൈ ചെയ്തിട്ട് ത്രൂ ദ ക്യാരക്ടർ ചെയ്യാൻ അത്ര ഈസി ആണോ? ഡിപ്പെൻസ് ഓൺ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് ഞാൻ ത്രൂ ഔട്ട് ചെയ്ത് നോക്കിയാൽ എനിക്കത് അറിയാൻ പറ്റും. ഞാൻ വളരെ ഡ്യൂറേഷൻ കുറവുള്ള സംഭവങ്ങളെ മിമിക് ചെയ്ത് ചെയ്തിട്ടുള്ളൂ. ഈവൻ ടോവിനാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എൻ്റെ വോയിസ് മാച്ചിങ് ആയതുകൊണ്ട് ഞാൻ എഫർട്ട്ലെസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട്. ഈവൻ പൃഥ്വിരാജ് ആണെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് വന്നിട്ടില്ല ചെയ്യാൻ. പിന്നെ ഞാൻ കേട്ടത് നമ്മുടെ ജിസ്ജോയുടെ വോയിസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മലയാളത്തിലെ അല്ലു അർജുന്റെ വോയിസ്. അതിന്റെ ഒരു പോർഷൻ ഏതെങ്കിലും ചെയ്യാവോ? പുഷ്പ 2 ചെയ്യാം. പഴയ ഓൾഡ് നമ്മുടെ ആര്യ ആ ഒരു ലെവലിലെ അല്ലു അർജുന്റെ വോയിസ്. ഇതിപ്പോ എന്തായാലും പുഷ്പ ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് ചെയ്യാം. പഴയത് ചെയ്യാം. ഓക്കെ. ആര്യ 2 ഒരു ഡയലോഗ് ഉണ്ട്. ഏയ് ഫ്രണ്ട്സ്, മൈ ബെസ്റ്റ് ഫ്രണ്ട് അജയ് ആൻഡ് അവന്റെ ലവർ ഗീത, അവരുടെ ലവ് സക്സസ് ആയി. ക്ലാപ്സ്. അപ്പൊ എന്റെ ലവോ? മൈ ലവ് ഈസ് ഗോൺ, മൈ ലവ് ഈസ് ഗോൺ, യുവർ ലവ് ഈസ് ഗോൺ, അവർ ലവ് ഈസ് ഗോൺ. ഏയ് ഐ ലവ് യു ഗീത, ഐ ലവ് യു. അടിപൊളി. ഈ അല്ലു അർജുന്റെ തന്നെ മറ്റേ സംഭവമില്ലേ, ഇതാണ് ഹാപ്പിയില ഏ കാന്തമ്മ, ആ സാധനം എന്താ നിന്റെ പേര്? ആ സാധനം ചെയ്യാവോ? ഓക്കെ. എന്താ വേലപ്പനോ? ഏയ് കാന്തമ്മ. എന്റെ പേര് വേലപ്പെന്നാണെങ്കിൽ നിന്റെ പേര് കാന്തമെന്നായിക്കൂടെ? എന്താണ് പറഞ്ഞേ? സൂപ്പർ ഫിഗറാ. അവളുടെ കണ്ണ് മൂക്കും എല്ലാം കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ഫിഗർ തന്നെയല്ലേ അടിയാ? സൂപ്പർ ഫിഗർ മാത്രം ഉണ്ടായാലും എന്താ കാര്യം? സാറായിരുന്നു. എന്താ സാർ ഇങ്ങനെ? സാർ DCP. എടി നീ എപ്പോഴും ഇങ്ങനെ DCP എന്ന് പറയാത്ത DCP സാറെന്ന് പറയടി. സാർ എപ്പോഴാണ്? അടിപൊളി. കാരണം ഞാനൊരു വലിയ അല്ലു അർജുൻ ഫാനാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് തോന്നുന്നത് അല്ലു അർജുൻ ഫാനായിട്ട്. അപ്പോൾ അല്ലു അർജുൻ്റെ ഫിലിം വരുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ കുത്തിയിരുന്ന് കാണും. എത്ര പേരെ കാണിക്കാൻ പറ്റുമോ അത്രയും കൂടി പിടിച്ചിരുത്തി അവരെയും കൂടി കാണിക്കും. ഞാൻ അത്രയും ഒരു ഫാനാണ് അല്ലു അർജുൻ്റെ. എന്തായാലും നേരിട്ട് കാണാനുള്ള അവസരം കിട്ടട്ടെ. ഞാനും ഈ ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡിൽ ഒരുപാട് മൂവീസ്. ഇപ്പം ഞാൻ എനിക്ക് ഡാൻസ് ചെയ്യാറുണ്ട് ചെറുതായി. ഇപ്പം ഡാൻസ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സോങ്സ് കണ്ടിട്ട് ഓരോ സോങ് ഓരോ ഇയർ റിലീസ് ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒരു സ്റ്റെപ്പ് ഞാൻ പഠിച്ചിട്ട് ഏകദേശമൊക്കെ പഠിച്ചിട്ട് വീട്ടിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ ഞാൻ കളിക്കുമായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഭ്രാന്തുണ്ട്. ഇപ്പം അത് കുറവാണ്, എന്നാലും ഇപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ വോയിസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അന്നത്തെ ആ വോയിസ് വെച്ചിട്ട്. പക്ഷെ അന്ന് മിമിക്രി ആയിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാനിപ്പോൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ പുഷ്പയിലൊരു ഡയലോഗ് കൂടി ആയാലോ? എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലണയോ അരയാണെങ്കിലും ശരി, അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാടാ പുഷ്പയുടെ പോളിസി. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ, വൈൽഡ് ഫയർ. അങ്ങനെ താഴത്തില്ലടാ. അടിപൊളി. അതൊരു സിഗ്നേച്ചർ ഡയലോഗ് തന്നെയായിരുന്നു. പുഷ്പ ഫ്ലവർ ഡാ. തെലുങ്ക് വേറെയാണ്, മലയാളത്തിലാക്കിയപ്പോൾ അങ്ങനെ ആക്കി. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇമിറ്റേറ്റ് പല സ്റ്റേജിലും ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ടോ? കൂടുതലും ചെയ്യാറുണ്ട്. കുറച്ച് കുറവാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ പല ചാനൽസിലും പോയിട്ട് ചെയ്യുമ്പോൾ ഉള്ള റെസ്പോൺസ് എങ്ങനെയാണ്?
ഇപ്പോൾ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ ഷോ ആണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്. ഈ TV ഷോ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിലാദ്യം TV വരിക എന്നുള്ളതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ 100-300 പേര് ഓഡീഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു ഫസ്റ്റ് ടൈം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടി നമ്മൾ ഓരോ ഗ്രൂമിങ്ങിന് പോയി കുറേ കഷ്ടപ്പെട്ട് അങ്ങനെ എത്തി ഒരു എപ്പിസോഡ് ചെയ്തു. ഫസ്റ്റ് എപ്പിസോഡ് അതിൽ ഭയങ്കര ഒരു പെർഫോമൻസ് ഒന്നും എനിക്ക് കാഴ്ചവെക്കാൻ പറ്റില്ല. പിന്നെ സ്പോട്ട് ഡബിംഗ് എന്നുള്ള സെഷൻ ഉണ്ട്. ഏറ്റവും വലിയ ആഗ്രഹം സ്പോട്ട് ഡബിംഗ് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാനവിടെ സൂര്യ സാറിൻ്റെ ഒരു സ്പോട്ട് ഡബിങ് പ്ലാൻ ചെയ്ത് പോയി. അപ്പോൾ ആദ്യം പോയപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ പിന്നെയും അത് കൊണ്ടുപോയി ലാസ്റ്റ് അത് സെറ്റായി. എപ്പിസോഡ് വന്നപ്പോൾ നല്ല റെസ്പോൺസ് വന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതൊക്കെ ശീലമായി. പിന്നെ ആദ്യം അങ്ങോട്ട് പോകാൻ ചാനലിൽ കയറാന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അവിടെ വന്നതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അത് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ടോവിനോനെ കേട്ടു, പൃഥ്വിരാജിനെ കേട്ടു, ഇപ്പോൾ നമ്മുടെ അല്ലു അർജുനെ കേട്ടു. ഇനി അടുത്തത് ആരാണ്? ഓക്കെ, നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ഇന്റർവ്യൂ സെഷൻ ആണോ അല്ലെങ്കിൽ ഡയലോഗ് ആണോ? നമുക്ക് ഇന്റർവ്യൂ വിത്ത് ഒരു ഡയലോഗ് പോവാം. ഇന്റർവ്യൂ പോയിട്ട് നമുക്ക് ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞ അങ്ങനെ ചെയ്യാം. അങ്ങനെ. ഓക്കെ. അപ്പോൾ ഷൈൻ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ ബാൾട്ടി, അതെ, എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർക്ക് പറയാനുള്ള അങ്ങനെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു, ബാക്കിയുള്ളവരെ അഭിപ്രായം അവരല്ലേ പറഞ്ഞു, ഞാനല്ല. അതെ, അത് ശരിയാണ്. ഒരു കാറ്റ് പെറ്റായിട്ടുണ്ടല്ലോ, ടൈഗർ. അവൻ സുഖമായിട്ടിരിക്കണം. കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ സ്റ്റുഡിയോയിലൊക്കെ ആകാം. എങ്ങനെ, കുസൃതിയാണോ? എല്ലാ പൂച്ചകളും ഉള്ള പോലെയൊക്കെ തന്നെ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതാണ് ഷൈൻ്റെ? പ്രോജക്റ്റ് ഹാൽ ഒരു പടം. അത് ഇച്ചിരി കോൺട്രവേഴ്സീസിൽ നിൽക്കുകയാണല്ലേ? ഷൈൻ്റെ എല്ലാം കോൺട്രവേഴ്സിയിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം. അതല്ല, അതിപ്പോ ഓരോ കണ്ടന്റ് ചിലപ്പോ ചില ആൾക്കാർക്ക് പറ്റില്ല, ചിലവർക്ക് പറ്റും. അതുകൊണ്ടാണ്. അല്ലാതെ എന്റെ പടമായതുകൊണ്ട് അങ്ങനെ അവന്മാരും ഓരോരുത്തരൊക്കെ പറയണ കേട്ടിട്ടല്ലല്ലോ. നമ്മ ഓഡിയൻസിന് വേണ്ടിയാണ് സിനിമ ചെയ്യണം. അതുകൊണ്ട് അവിടെ വേറെ ഇതൊന്നുമില്ല. അത് മനസ്സിലാക്കിയിട്ട് സിനിമേനെ സിനിമയായിട്ട് കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കാൻ നിന്നിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത്ര ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. സിനിമനെ സിനിമയായിട്ട് കാണാം, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാം. ശരിക്കും ഷൈൻ ഒരു യുണീക്ക് ആക്ടർ തന്നെയാണ് കേട്ടോ. കാരണം ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായിട്ടൊരു ഭംഗിയുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാല് പറവയില് ഇക്കാക്ക വെല്ലിക്ക എന്ന് പറഞ്ഞിട്ട് കരയണൊരു സീനുണ്ടല്ലോ. അല്ലെ, ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സൗബിൻ എന്ന ഡയറക്ടർ പറഞ്ഞു, സൗബിനിക്ക പറഞ്ഞു, നിനക്ക് എന്താണോ തോന്നുന്നത് നീ അത് ചെയ്യുന്നു പറഞ്ഞു. ആ ഒരു മൊമെന്റിൽ തോന്നിയത് എന്തായിരുന്നു? ഇപ്പോൾ ഓരോ ഡയറക്ടേഴ്സിനും ഓരോ ഐഡിയ ആയിരിക്കും. നമ്മളെ ഡയറക്ട് ചെയ്യണ പോലെ ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുക, അങ്ങനത്തെ ഒരു രീതി ഉണ്ട്. അത് വേറെ രീതി. അല്ലാതെ ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ നീ എങ്ങനെയായിരിക്കും ചെയ്യുക. സൗബിക്കിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് അതുപോലെ. അപ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഞാൻ അവിടെ അങ്ങനെ ആ നേരത്തെ അങ്ങനെ ആയിപ്പോയതാണ്. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്ത് ഇങ്ങനെ കരയണം, ഇവിടെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ലാലേട്ടനൊക്കെ ചെയ്യാണ്ടില്ലേ, ആക്ടിങ് ഈസ് ബിഹേവിങ്, അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഞാൻ ബിഹേവ് ചെയ്തോന്ന് എനിക്ക് അറിയില്ല. സൗബിക പറഞ്ഞു, ഞാൻ ചെയ്തതാ, അങ്ങനെ വന്നതാണ്. പ്രേതങ്ങളിൽ വിശ്വാസമുണ്ടോ? എന്താണ് ഈ പ്രേതം? ഭൂതകാലത്തിൽ അഭിനയിച്ചപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് എനർജി, അങ്ങനത്തെ ഫീലിംഗ്? ഞാൻ പറഞ്ഞത് എന്താണ് പ്രേതം എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രേതം എന്ന് പറഞ്ഞാല് ഒരു എനർജി. ഇപ്പൊ ഞാനും താനും ഇപ്പൊ സംസാരിക്കണത് നമുക്ക് ജീവനുള്ളതുകൊണ്ടാണല്ലോ. തനിക്ക് ആത്മാവുള്ളൂ, എനിക്ക് ആത്മാവുള്ളതുകൊണ്ടാണ് നമ്മ ഇവിടെ ഇപ്പൊ സംസാരിക്കണ തന്നെ. അപ്പൊ പ്രേതം ഉണ്ടോന്ന് ചോദിക്കണ നമ്മളെ ഉള്ളിൽ ഒരു ആത്മാവുള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മ ജീവിച്ചിരിക്കുമ്പോ ആത്മാവുണ്ടെന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞ കാര്യം എനിക്ക് അറിഞ്ഞു, മരിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ശരിയാണ്. ജീവിച്ചിരിക്കണ ആൾക്കാരിൽ വിശ്വാസമുണ്ട്, വ്യക്തികളിൽ. ഇപ്പൊ ഒരു വ്യക്തിയാണോ അങ്ങനെ അവരെയാണ്, അല്ലാതെ പ്രേതം എന്നൊന്നും പറയാൻ കാരണോടാ. ഓക്കെ, സ്വിച്ച്. ഇനി ഷൈൻ നികത്തിന്റെ ഒരു ഡയലോഗ്. ഞാൻ എപ്പോഴും എനിക്കാണ് ആളുടെ വോയിസ് ഞാൻ പഠിച്ചതായ ഒരു ഡയലോഗ് വെച്ചിട്ടാ. എൻ്റെ ആളുടെ ഫേവറേറ്റ് മൂവി കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. എൻ്റെ ആളുടെ ഇപ്പൊ പെട്ടെന്നൊരു ഫിലിം പറയാൻ പറഞ്ഞ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മൂവി ലിസ്റ്റിലുള്ള ഒരു ഫിലിമാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പം അതിലെ ഡയലോഗ്, സജി എനിക്കൊരു ചിക്കൻ ഇഷ്ടമാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ എനിക്ക് അവളെ കെട്ടണം. അപ്പോൾ ഒരു പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അടുത്ത് പറയണമെന്നാണ്. കാര്യങ്ങളപ്പം മരിച്ചുപോയി. അപ്പോൾ കൂടെ വന്നം മുതലെടുക്കണേണ സജി. എടോ, തന്നെ എന്തോ ഭാഗ്യത്തിന് ഏതോ സ്ഥലത്ത് അഡ്മിഷൻ കിട്ടി 4 ആളെടുത്ത് കൂടുമ്പോൾ ഞങ്ങളെ മീൻകാരൻ നിനക്ക് പുച്ഛമല്ലേ?
വാടോ ജ്യേഷ്ഠ, എന്തു പ്രഹസനമാണ് സജി. നൈസ്. പുള്ളി എപ്പോഴും ഒരു എന്താ പറയാ, ഒന്ന് ഒതുങ്ങിയിട്ടാണല്ലോ ഡയലോഗ് പറയുന്നത്. അതൊരു പ്രത്യേകതയാണ്. പക്ഷെ എനിക്ക് അതൊരു പുള്ളിക്കാരൊരു യൂണീക്ക് ആക്ടർ തന്നെയാണ് ശരിക്കും. മീറ്റ് ചെയ്തിട്ടുണ്ട്, ആളുടെ മുമ്പിൽ ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ? അതെങ്ങനെയുണ്ട്? പുള്ളി ഭയങ്കര ആക്സെപ്റ്റബിൾ അല്ലേ? എല്ലാം നല്ലൊരു ഹ്യൂമൺ ആണ്. ഞാൻ ഇപ്പോൾ ആഡിയക്സിന്റെ ഷൂട്ടിന്റെ സെറ്റ് സമയത്ത് ഞാനിപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ആളുടെ മാനേജറുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യണമാണ്, എനിക്കൊന്ന് ആളുടെ ചെയ്യണം. അപ്പൊ ശരി, അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യും. പുള്ളി ഫൈറ്റ് സീനൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ്, റൂമിലാണ്. എൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഞാനപ്പോൾ കയറി ചെന്നപ്പോൾ നമ്മുടെ ഏതൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടില്ല. ആ ഒരു ഫീൽഡ് എനിക്ക്, ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റിനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയത് പുള്ളിയുടെ അടുത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് എൻ്റെ വേറൊരു ഫ്രണ്ടിനെ മുന്നിൽ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു സെയിം ഫീൽ. അല്ലാതെ എനിക്ക് ഇപ്പൊ പോലും എനിക്ക് കുറച്ചെങ്കിലും ടെൻഷൻ പറയും, ഇതിനേലും ഫ്രീ ആയിരുന്നു. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു പുള്ളി ചിരിക്കുമ്പോഴും ആ ചിരി ഉള്ളിന്ന് വന്നൊരു ചിരിയാണ്, നമുക്കത് ഫീൽ ചെയ്യും. ഫേക്ക് ചിരിയായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഇമിറ്റേറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ഫ്രണ്ട് വേറെ ആരെങ്കിലും നന്നായിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഫോർമൽ ടോക്ക്. പക്ഷെ നമുക്ക് ഇപ്പൊ എന്താ പറയുക, ഡൗൺ ടു എർത്ത്, ഇപ്പൊ ബോയ് നെക്സ്റ്റ് ഡോർ, ആ ഒരു സംഭവം ഫീൽ നമുക്ക് അടുത്തുള്ള വീട്ടിലെ ഒരാളുടെ ഒരു ഫീൽ കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കുറേ ആക്ടേഴ്സ്, നിനക്ക് അടിപൊളിയായിട്ടുള്ള ആക്ടേഴ്സിനെ നമ്മൾ ലൈവ് ഇൻ്റർവ്യൂ ചെയ്തു, ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹം, ഇപ്പോൾ ടൊവിനോനായിട്ടൊരു ഡയലോഗ് സീൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഏതാണെന്നറിയോ? അപ്പവും മാത്തനും. എനിക്ക് മാത്തനൊരു പൂച്ചക്കുട്ടിയെ പോലെ തോന്നിയിട്ട്, എത്ര പറഞ്ഞു വിട്ടാലും പൂച്ചക്കുഞ്ഞ് ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമല്ലോ. അപ്പോൾ അതിൽ ബൈ പറഞ്ഞു പോകുന്നൊരു സാധനമുണ്ട്, അതൊന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ ഓക്കെ, ബൈ, വിട്ടോ. പോകാൻ സമയമായി, ഞാൻ പോവാണ്. ഞാനൊരു പ്ലാൻ പറയട്ടെ. ഞാനാദ്യം ദുബായി പോയി സെറ്റിലായിട്ട് അവിടേക്ക്, എന്നിട്ടാ പോകുന്ന മതി. ഒന്ന് പോയി തരാം മാത്ത. എന്നോടൊരു തരി സ്നേഹം പോലും ഇല്ലല്ലേ? ഞാൻ പോണേണ്. നീ പൊക്കോ, പക്ഷെ നീ തിരിച്ചു വരും, അല്ലെങ്കിൽ നിന്റെ ചാത്തമാരെ നിന്നെ കൊണ്ടുവരും. മാത്തൻ മൈക്കിളിലോട്ട് പറയും. എന്തായാലും നൈസ്, അതൊരു ട്വിസ്റ്റ് എന്തായാലും കൊള്ളാം. ഇനി നമുക്ക് പറയാൻ പറ്റില്ല, ഇനി മൈക്കിളിന്റെ കൂടെ ഇനി ആപ്സും കൂടി ഉണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും നേരം നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല മെമ്മറീസ്, നല്ലൊരു മൊമെന്റ്സ് ആണ് എനിക്ക് കിട്ടിയത് പേഴ്സണലി. കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഓഡിയൻസിനും അത് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നല്ല നല്ല ക്യാരക്ടേഴ്സും നല്ല നല്ല എന്താ ഓപ്പർച്യൂണിറ്റീസും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. കാരണം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഓക്കെ. ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, ഒരുമിച്ച് ഡബ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ സംസാരിക്കാന്നല്ല, ഫോർമലായിട്ട് ഇത്ര നേരം സംസാരിച്ചപ്പോഴാണ്, ഇത് കട്ടാകുമ്പോൾ എങ്ങനെ സംസാരിക്കാൻ എനിക്ക് അറിയില്ല. ഉണ്ടായ ഗുണങ്ങളും എന്നെ ഇത്ര അപ്രിഷ്യേറ്റ് ചെയ്ത് കണ്ടപ്പോഴാണ്, ഇത്രയും കാലം പരിചയപ്പെട്ടിട്ട് ഇന്നാണ്, ഈ ഇന്റർവ്യൂലാണ്. ഞങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്യാതെ ഫോർമലായിട്ട് സംസാരിക്കണം ആദ്യമായിട്ടാണ്. ഇപ്പോഴാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പൊ കട്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുമായിരിക്കും. എന്തായാലും എന്നെ ഇന്റർവ്യൂ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇന്റർവ്യൂ ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എന്തായാലും നമ്മുടെ കൂടെയുള്ള ഒരാൾ എപ്പോഴും വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിന് ഇപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെ വളർന്നു കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് ശരിക്കും ഉണ്ടാവുന്നത്. നമ്മളും അതിലൊരു എൻ്റെ ഫ്രണ്ടാണോ, അവൻ ഇത്ര ആയല്ലോ എന്ന് പറയുമ്പോഴും എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് വീണ്ടും നമ്മുടെ ചാനലിൽ നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് കിട്ടും, ആസ് എ സൂപ്പർ സ്റ്റാർ ആയിട്ട്. അതെ, കിട്ടണം, അതിന് പ്രയത്നിക്കണം, വർക്ക് ചെയ്യണം, നമുക്ക് കാണാം അല്ലേ ഒരുമിച്ച്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് നല്ല നല്ല ഫിലിംസിൽ കോമ്പിനേഷൻ ഡബിങ് ഒക്കെ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് എനിക്ക് ഫോർമലായിട്ട് സംസാരിക്കാനൊന്നും കിട്ടണില്ല. പക്ഷേ ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് ഹാപ്പി എന്ന് വെച്ചാൽ ഹാപ്പിനെസ്സിന് മുകളിൽ വേറെ വേർഡില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ഈ ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരെയാണ്. ഒപ്പം ഇപ്പോൾ ക്രിസ്മസ് വരെയാണ്, അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരെയാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അല്ലു അർജുൻ എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയുണ്ടോ, അതുകൊണ്ട് ആ ഒരു ഡയലോഗ് ഇപ്പം അല്ലു അർജുൻ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറയുകയാണെങ്കിൽ എന്നിട്ട് അത് വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വട്ടമേശ പോഡ്കാസ്റ്റ് മീഡിയയിൽ എല്ലാവർക്കും എൻ്റെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അപ്പൊ എങ്ങനെയാ, ആരും താഴത്തില്ല. ഓക്കെ.
ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.